ഇന്ന് വരെ BJP മെഡിക്കൽ കോളേജിൽ ഒരു സമരം ചെയ്ത് എന്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരും അഴിമതിക്കെതിരെ മാധ്യമ പ്രവർത്തകർ നിങ്ങളും ശ്രദ്ധിച്ചാണ്. മെഡിക്കൽ കോളേജിൽ മുന്നിട്ട് വരുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. അതല്ലാതെ മറ്റു ഒരു പ്രതിപക്ഷ പാർട്ടി അവിടെ കാണാറില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഇന്നലെയും ഞങ്ങൾ സമരം നടത്തി. അവിടെ ഞാൻ സമരം വരുന്നില്ല. ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നില്ല. ഞങ്ങൾ തുടർ സമരങ്ങൾ നടത്തുന്നുണ്ട്, നിയമപരമായിട്ടുള്ള പോകുന്നുണ്ട്. കേരളത്തിൽ നിലവിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങളെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, ഏറെ ഭയം വിതയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. അതായത് ഏകദേശം 42 മണിക്കൂർ നേരം ഒരു രോഗി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. ആശുപത്രിയിലെ അധികൃതരോ മറ്റ് ബന്ധപ്പെട്ടവരോ ഒന്നും തന്നെ ഇതേക്കുറിച്ച് അറിയുന്നില്ല. 42 മണിക്കൂറിന് ശേഷമാണ് ആ രോഗിയെ രക്ഷപ്പെടുത്താനായത്. വളരെ ദാരുണമായ സംഭവമാണ്. അതിനുശേഷം വീണ്ടും ഇന്നും സമാനമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഡോക്ടർമാരുൾപ്പെടെ ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്ത. എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് മികച്ച രീതിയിൽ എന്ന ഒരു തലക്കെട്ട് പ്രത്യേകിച്ചും ഇത്തവണത്തെ രണ്ടാം പിണറായി സർക്കാർ അവകാശപ്പെടുമ്പോഴും പല പാളിച്ചകളും പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം 2 അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ GS ശ്രീകുമാർ, മുൻ കൗൺസിലർ, അതോടൊപ്പം അഡ്വക്കേറ്റ് RS രാജീവ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ്. അതിഥികൾക്ക് സ്വാഗതം. ശ്രീ GS ശ്രീകുമാർ, നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ അടുത്തടുത്തായി ലിഫ്റ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം, പ്രത്യേകിച്ചും ഏറ്റവും അധികം തിരക്കുള്ള ഒരു ആശുപത്രി, ഏവരും ആശ്രയിക്കുന്ന, സാധാരണക്കാരടക്കം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ്, അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ അധികൃതരുടെ അനാസ തന്നെയല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ കുറേ മാസക്കാലമായിട്ട് ആശുപത്രിയുടെ നില എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല, നേഴ്സുമാരില്ല. ഉള്ള നേഴ്സുമാരെയും ഡോക്ടർമാരെയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ മന്ത്രിയുടെ മണ്ഡലത്തിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു. പിന്നെ ശബരിമല സീസൺ വന്ന് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർമാരെ, മികച്ച ഡോക്ടർമാരെയും മറ്റു സ്റ്റാഫുകളെ മുഴുവൻ മാറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ആ വേക്കൻസി ഫില്ലാവാതെ കിടക്കുകയും വേണ്ടത്ര രോഗികൾ ചികിത്സ കിട്ടുക, അതൊരു മറ്റൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ ഇന്നലെയും ഇന്നുമൊക്കെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഈ ലിഫ്റ്റുകൾ സാധാരണ നിലയ്ക്ക് ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ലിഫ്റ്റുകളൊക്കെ മാറ്റി സാധാരണ നിലയ്ക്ക് എല്ലാ സ്ഥാപനങ്ങളും മാറ്റി വയ്ക്കും. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, ഇപ്പോൾ നിന്ന 2010 ഞാൻ കൗൺസിലർ ആകുമ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്ത ബിൽഡിങ്ങാണ് ഈ OP ബിൽഡിംഗ്. അന്ന് സ്ഥാപിച്ചതാണ്. അപ്പം 14 വർഷം കഴിഞ്ഞു. ഈ 14 വർഷവും ഇതിന് കൃത്യമായി ഒരു മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്യാറില്ല. അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല അതിനകത്ത് കുറ്റക്കാരായിട്ട് വരുന്നത്. ഈ മരുമോൻ മന്ത്രിയുടെ വകുപ്പിൽ പെടുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രിക് വിങ് എന്ന് പറയുന്നത്. അപ്പോൾ മരുമോൻ മന്ത്രിയുടെ വിഭാഗത്തിൽ പെടുന്ന PWD ഇലക്ട്രിക് വിങ്, ഇവർക്ക് അവിടെ ഒരു വിങ് ഓഫീസുണ്ട്, ഓഫീസും ജീവനക്കാരുമുണ്ട്. ഇവരുടെ പണി എന്താണ്? ഒരു പണിയും എടുക്കാതെ ആശുപത്രിയിലെ എല്ലാ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ഇലക്ട്രിക് വിങ് ആണ് അത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ശുപാർശ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം പൂരകമായി പ്രവർത്തിക്കേണ്ട ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ മെഡിക്കൽ കോളേജാണ്. ഇതിലെല്ലാം നിഷ്ക്രിയമാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം എല്ലാം തന്നെ പാർട്ടിക്കാർ, പാർട്ടി യൂണിയൻ എന്നുള്ള സെറ്റപ്പിലോട്ട് മാറിയിട്ട് ഒന്നും തന്നെ അവിടെ ചോദിക്കാനോ പറയാനോ ഇല്ലാത്തൊരവസ്ഥയായി. ഈ അവസ്ഥയിലൂടെ പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഡോക്ടർമാരാരും ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലെയുള്ള RMO പോലെയുള്ള ചുമതലകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ തന്നെ നിലവിൽ അവിടെ ഒരു സൂപ്രണ്ട്, ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് മാത്രമാണുള്ളത്. അപ്പോൾ 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെ ഒഴിവ് അവിടെ ഉണ്ട്. അത് നികത്താൻ ഇതുവരെ മന്ത്രിക്ക് കഴിയുന്നില്ല. മന്ത്രിയാണ് ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, ഒരു ഗവൺമെൻറ് മാറി മാറി വരുന്നതനുസരിച്ച് അവർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആൾക്കാർ പോലും അതിന് ഏറ്റെടുക്കാൻ അത്ര ദയനീയമായി തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 ഡെപ്യൂട്ടി സൂപ്രണ്ട് ഇല്ല, ഒരു RMO ഇല്ല. ഈ RMO എന്ന് പറയുന്നത് സൂപ്രണ്ടിനെ പോലെ തന്നെ ആശുപത്രി മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നതമായ പദവിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രീതിയിലും അവിടെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല, ബെഡില്ല, മരുന്നില്ല, ഇൻഷുറൻസ് പദ്ധതികൾ, കാരുണ്യ ബലവൻ ഫണ്ട് 2 മാസം കൂടി ഇപ്പോൾ നീട്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച നീട്ടും, 2 ആഴ്ച നീട്ടും, 2 മാസം നീട്ടും. അങ്ങനെ ഈ പദ്ധതിയൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത്
ഇവിടെ നടപ്പിലാക്കിയ ഭയങ്കരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നാമമാർത്ത ആക്കി മാറ്റിക്കൊണ്ട് ഇവിടെ എംപ്ലോയ്മെന്റ് ആക്കി മാറ്റി. നമ്മുടെ മെഡിക്കൽ കോളേജിൽ 2000-ഓളം താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ DYFIക്കാർ, SFIക്കാർ, ഇവരൊക്കെ സമൂഹത്തിൽ കൊള്ളാവുന്നവരാണോ എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പോലീസ് ക്ലിയറൻസും വേണ്ട. അവിടെ നമുക്കറിയാം സെക്യൂരിറ്റീസ് അന്ന് സംബന്ധിച്ച് എന്ന് രോഗികളെ മർദ്ദിക്കുന്നു, കൂട്ടിരിപ്പുകാരെ മർദ്ദിക്കുന്നു, എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നിത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൽ നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമന്ത്രി വന്ന് അതൊന്ന് പരിശോധിച്ച് അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടതാണ്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി കാപ്പ കേസിൽ പ്രതിയായ ആളിനെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്ന ആള് കഞ്ചാവ് കേസ് പിറ്റേ ദിവസം പിടിക്കപ്പെടും. അപ്പോൾ ഇത്തരം ഒരു മന്ത്രി ഇത്തരം തരം തരത്തിലോട്ട് പോവുകയാണ്. അല്ലാതെ അവരുടെ ചുമതല വഹിക്കാനല്ല അവർക്ക് ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ജനങ്ങൾ സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ ഭാഗമാണ് ആരോഗ്യം വകുപ്പ്, സർക്കാർ ആശുപത്രി. അപ്പൊ ഇവിടെ ഒന്നും ഒരു കാര്യത്തിനും ഒരു ശ്രദ്ധയും കൊടുക്കാതെ തരത്തിലുള്ള രാഷ്ട്രീയ എന്നിട്ട് അതിനെ കയറി ന്യായീകരിക്കുകയാണ്. വേറെ പാർട്ടി വിട്ട് വന്നവരാണ്, അവരെ സ്വീകരിക്കും. പാർട്ടി വിട്ട് ഏത് തെമ്മാടി വന്നാലും മന്ത്രി പോയി മറ്റേ ചുവന്ന ഷാളിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്ത് നിലവാരമുള്ള ഒരു മന്ത്രിയാണെന്ന് ആലോചിക്കുകയാണ് ഇതിൽ. അഡ്വക്കേറ്റ് RS രാജീവ്, നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നേരത്തെ പരാമർശിച്ച ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും അധികം രോഗികൾ എത്തുന്ന ഒരു കടൽ പോലെ രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്ന, രോഗിയുടെ കൂട്ടിരിപ്പുകാർ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രധാന ഹൃദയരോഗവും മറ്റുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇതുപോലെ ലിഫ്റ്റിൽ കുടുങ്ങിയതെങ്കിൽ കേവലം മണിക്കൂറുകൾ കൊണ്ട് വലിയ ആപത്ത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം. എന്തോ ദൈവാധീനം കൊണ്ട് പുള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 മണിക്കൂറാണ് ആഹാരവും വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാതെ ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശരിക്കും എന്തുതരം അനാസ്ഥയാണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായിട്ടും അത് പറയാൻ പറ്റാത്ത അനാസ്ഥയാണ്. പക്ഷെ വേറൊരു കാര്യം പറയാതിരിക്കാനും പറ്റില്ല. കാരണം ഇന്ന് ഏതാണ്ട് ഈ 2ാമത്തെ ലിഫ്റ്റ് കുടുങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അതായത് ലിഫ്റ്റിനകത്ത് കുടുങ്ങിയ ആളെന്ന് പറയുന്നത് കാട്ടാക്കട ഉള്ള CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതിന് വേറൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജ് ജോലിയുണ്ട്. ഏതാണ്ട് ഒത്തുതീർപ്പാക്കി വന്നപ്പോൾ ദൈവം എന്നുള്ള നിലയ്ക്കാണ് 2ാമതും ഈ വിഷയം ഉയർന്നു വരുന്നത്. സംഭവം മെഡിക്കൽ കോളേജ് ശരിക്കും ഇന്ന് CT എടുക്കാൻ പോയ ആളാണ്. അപ്പൊ ശരിക്കും അവിടെ CT എടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് തന്നെയാണ്. രോഗികൾക്ക് അപ്പുറത്തേക്ക് ആദ്യം CT എടുക്കേണ്ടത് മെഡിക്കൽ കോളേജിനെ CT എടുത്താൽ മാത്രമേ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ വെളിയിൽ വരുള്ളൂ. നമുക്കറിയാം മെഡിക്കൽ കോളേജ് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ റെഫറലാക്കിയത് എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ അടിസ്ഥാനത്തിൽ ഉയർത്തി. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള മരുന്നുകളും മറ്റും കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ റെഫറൽ OP ആക്കി മാറ്റി. ഇപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ല, താലൂക്ക് ആശുപത്രി ഇല്ല, ജില്ലാ ആശുപത്രിയാണ്, ജില്ലാ ആശുപത്രി തകർന്നു, മെഡിക്കൽ കോളേജ് തകർന്നു. എന്നിട്ടും പറയുന്നു ഞങ്ങൾ നമ്പർ 1 എന്ന് പറയാൻ ഇവിടെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ കേരളീയർ, മലയാളികൾ സ്വയം ആർജിച്ചെടുത്തതാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. അല്ലാതെ ആരും രാഷ്ട്രീയപരമായിട്ടോ മന്ത്രിസഭകൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല. സ്വയം ആർജിച്ചെടുത്ത ഒരു ശുചിത്വ പരിപാലനം, അത് മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടത്. അതിന്റെ ശക്തിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ആ ശക്തി കുറയുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അതിനെ തടുക്കാനുള്ള ഒരു സംവിധാനമില്ല. ആരോഗ്യരംഗം നിഷ്ക്രിയമായിരിക്കുകയാണ്. നമുക്കറിയാം 2017 പൂർണ്ണമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത കോളറ നമ്മുടെ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ പോലും ഉണ്ട്. നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ ദിവസം ദൈനംദിനം 4-5 പേർക്ക് വന്നുകൊണ്ടിരിക്കണം. കാരണം കംപ്ലീറ്റ് ആരോഗ്യരംഗം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം നേരത്തെ ഇവിടെ മന്ത്രി ഇന്ന് വരെ കഴിഞ്ഞ ഒരു 6-7 മാസക്കാലം കൊണ്ട് തുടർച്ചയായിട്ട് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു വാർത്ത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. അപ്പൊ ആ മെഡിക്കൽ കോളേജിൽ ഒരു അനാസ്ഥയുണ്ട് എന്ന് കേരളീയ പൊതുസമൂഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ വിശ്വസിക്കാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഇതിന്റെ മന്ത്രി മാത്രം വിശ്വസിക്കുന്നില്ല. അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ല. ആർക്കും ആരെയും എന്തും പറയാം. ചില നേതാക്കന്മാർക്ക് അവിടെ ചില ഡോക്ടറിനുണ്ട്, ചില അറ്റൻഡന്റുമാർക്കുണ്ട്. അവർക്ക് നേരിട്ട് മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമാണ്. അപ്പൊ അവരാണ് നിയന്ത്രിക്കുന്നത്. സൂപ്രണ്ട് ആയിരുന്നാലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ആയിരുന്നാലും ആർമയൊക്കെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ കേരളത്തിൽ DGP നിലയ്ക്ക് നിർത്തുന്നത് കേരള പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന കണക്കാണ്. അസോസിയേഷന്റെ ശക്തി ഉണ്ടെങ്കിൽ അവരെ നിറയ്ക്കുകയാണ്. അതുപോലെയാണ്. അപ്പൊ പിന്നെ അവിടുത്തെ ഒരു കൗൺസിലറാണ് സംസ്ഥാന ഗവൺമെന്റിന് ഒരു ബന്ധവും, തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഒരു ബന്ധവുമില്ലാത്ത ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന ഒരു കൗൺസിലർ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എത്രത്തോളം അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത് ആരാകണം, RM ആരാകണം, സൂപ്രണ്ട് ആരാകണം, അവിടെ ആര് ജോലിക്ക് ചെയ്യണം. ഈ
പാലോട് നമ്മൾ ചെറുവയ്ക്കൽ, ശ്രീകാര്യം, ആക്കുളം മെഡിക്കൽ കോളേജ് ഇങ്ങനെ വരുന്ന കുറെ കോർപ്പറേഷൻ വാർഡിനകത്താണ് ഈ മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഒരു തദ്ദേശവാസികൾക്ക് ഇന്ന് വരെ ഒരു ജോലി കിട്ടിയിട്ടില്ല. കുടുംബശ്രീയുടെ പേരിൽ കേട്ടുന്ന ആണുങ്ങളെയാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? കുടുംബശ്രീയുടെ പേരിൽ പുരുഷന്മാർ ജോലി ചെയ്യുന്നു. പാലോട് കിടക്കുന്ന CPM-ന്റെ DFIന്റെ ഗുണ്ടകൾ അവിടെ വന്ന് ജോലി ചെയ്യുന്നു. എന്നും അടി അക്രമം. സെക്യൂരിറ്റിക്കാരനടിക്കുന്നു, അവരടിക്കുന്നു. സെക്യൂരിറ്റിക്കാരനെ വളഞ്ഞു വെച്ച് അവിടെ ആരാടല്ല വിദ്യുരയിലുള്ള കുറ്റിച്ചിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കൃത്യമായിട്ട് ജോലി ചെയ്തതിന്റെ പേരിൽ ആ വണ്ടി ഇവിടെ വെക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ ഒരു അസഭ്യം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ കൗൺസിലറുടെ മകനായതുകൊണ്ട് DYFIക്കാരെല്ലാം വളഞ്ഞു വെച്ച് സെക്യൂരിറ്റി സാർജന്റിനെ കൊണ്ട് അവിടെ വെച്ച് അവനെ ടെർമിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ എവിടെ പോയി നിൽക്കണമെന്ന്. സെക്യൂരിറ്റി സാർജന്റിനെ കൊണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നു, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം എന്നൊരു ഉത്തരവ് ഇവരെ ഇറക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു മെഡിക്കൽ കോളേജ്. ആലോചിച്ചു. അപ്പൊ അവിടുത്തെ സാധാരണ ഒരു DYFIക്കാരൻ പോലും അവിടെ നിയന്ത്രിക്കുന്നത് ഒരു വലിയൊരു മെഡിക്കൽ കോളേജിനെ. അപ്പൊ അവരെ പേടിച്ചിട്ടാണ് ആ ഒരു സമൂഹം പൂർണ്ണമായിട്ട് നിൽക്കുന്നത്. ആംബുലൻസ് ഓട്ടിച്ചുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല. കുറെ ക്രിമിനൽസ് ആണ് ആംബുലൻസ് ഓട്ടിക്കുന്നത്. ഇവർ കൊടുക്കുന്ന ആളിന് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകണമെങ്കിൽ അവരുടെ അനുമതി വേണം, അവരുടെ ആംബുലൻസ് വേണം. അത്രത്തോളം പരിതാപകരമായിട്ട് പോകും. ആൻജിയോഗ്രാം ചെയ്യാൻ ഡോക്ടർ, നിങ്ങൾ വിശ്വസിക്കും, മെഡിക്കൽ കോളേജിനകത്ത് ആൻജിയോഗ്രാം ചെയ്യാൻ ഇതില്ല. 62 എനിക്ക് തോന്നുന്നു വെന്റിലേറ്ററുകളുണ്ട്. 18 വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് കുറഞ്ഞു വരെയാണ്. ഇപ്പൊ 18 എത്തി നിൽക്കുകയാണ്. അപ്പൊ മെഡിക്കൽ കോളേജിൽ മറ്റൊരു വിരോധാഭാസം ഉണ്ടെന്ന്. ഏത് സാധനം വാങ്ങിച്ചാലും ഏത് സാധനം നിർമ്മിച്ചാലും ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ കേടാക്കും. മനസ്സിലല്ലേ? അത് ഞാൻ പറഞ്ഞില്ല, വിശദമായിട്ട് അവരുടെ പഠനം നടത്തുവാനോ മന്ത്രി നേരിട്ട് ഇടപെടാനോ ഇതുവരെ തയ്യാറാകാത്തതിന്റെ പിന്നിൽ ഈ എന്താ പറയാൻ ഈ ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നത് ഈ മന്ത്രിയാണ്. ഇത് ജനങ്ങളുടെ ആശുപത്രിയാണ്, പൊതു ആരോഗ്യ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ട് നേരത്തെ പത്തനംതിട്ടയില് കൊടും ക്രിമിനൽസിനെ സല്യൂട്ട് ചെയ്ത് അഭിവാദ്യം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇത്ര പാവങ്ങളുണ്ടെന്നേ. ഇവർക്ക് വോട്ട് ചെയ്ത ആൾക്കാർ ഇവരുണ്ടല്ലോ, ഇവരൊന്നും വോട്ട് ചെയ്തില്ലല്ലോ. ആ സമൂഹത്തിന് ദ്രോഹികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൈകൊടുത്ത് പിടിക്കുമ്പോൾ അവരെ സഹായിച്ചവരെങ്കിലും തിരിഞ്ഞു നോക്കും. അവരെ ബന്ധുക്കൾക്ക് കാരുണ്യ പദ്ധതി കാപ്സ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് ആയുഷ്മാൻ ഭാരതാണ്. ആയുഷ്മാൻ ഭാരതിന്റെ പേര് മാറ്റിയിട്ടാണ് കാസ്പ്. കാരുണ്യം ഉണ്ടോ? കാരുണ്യമില്ല. കാസ്പ് ഉണ്ടോ? കാസ്പ് എന്ന പേരിൽ കൊണ്ട് അത് അവരെ ബന്ധുവിന് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ട് ആ ബന്ധുവിനെ കൊടുത്ത് അവരെ പറയുന്ന ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പാട് നടത്തിയിട്ടുണ്ട്, അഴിമതി ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തെ നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ A to Z ശുദ്ധികലശം അടിയന്തര പ്രാധാന്യമായിട്ട് നടന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇന്നലെ ഒരു ലിഫ്റ്റ് പൂട്ടി ഡോർ ഇട്ടു, ഇനി വർക്ക് ചെയ്യില്ല. അതേപോലെ അടുത്ത ഇട്ടു, ഇനി ഇടാൻ പോണ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് ഗേറ്റിലിടേണ്ടി വരും. ഇത് പ്രവർത്തനമല്ല, രോഗികൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ് ഇടേണ്ട കാലത്തോട്ടാണ് പോണത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം. വകുപ്പ് ഭരിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ അവരെ കൊണ്ട് വേറെ പഠിക്കിരുത്തണം. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇത് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവം പൂർണ്ണമായിട്ടും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ. അപ്പൊ അതിനെ അനുവദിക്കാതെ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടണം. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തണം. നേരത്തെ ഓർത്തോല് വന്ന് അറിയാലോ, 500 രൂപ വാടകയ്ക്ക് സാധനം എടുത്തോണ്ടിരാൻ ആലോചിക്കണം. ഈ മൺമട്ടിയും ഇതൊക്കെ എടുത്തോണ്ട് നമ്മള് വീട്ടിൽ പണിക്ക് അവിടെ നിന്ന് വാടക എടുക്കുമ്പോൾ പോയി എടുത്തോണ്ടിരാൻ ആലോചിക്കണം. 10 വിദേശ യാത്രകൾ നടത്തുന്നു ഡോക്ടർമാർ. ആരനുമതിയിൽ പോകുന്നു? അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സ്പോൺസർമാരാരാണ്? വൻകിട മരുന്ന് കമ്പനികളാണ്. വൻകിട മരുന്ന് കമ്പനികളുടെ സ്പോൺസർഷിപ്പിൽ ഡോക്ടർമാർ വിദേശത്ത് പോകുന്നു. അപ്പൊ ഇതൊന്നും നിയന്ത്രിക്കാൻ അവിടെ ആളില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ സമഗ്രമായിട്ടുള്ള മാറ്റം അനിവാര്യമാണ്. അതിനകത്ത് ശുദ്ധികലശം ആവശ്യമാണ്. അതിനകത്ത് വകുപ്പ് മന്ത്രി സമ്പൂർണ്ണ പരാജയമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യമായിട്ട് ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണം, പൊതു ആരോഗ്യ രംഗം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ശരി. ശ്രീ GS ശ്രീകുമാർ, ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് ലിഫ്റ്റ് ഓരോന്നിനുമായിട്ട് പ്രത്യേകമായി മാറ്റിവെച്ചിട്ടുള്ളത്. താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ഇരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൂടാതെ 21 ലിഫ്റ്റാണ് മെഡിക്കൽ കോളേജിലുള്ളത്. ഇതിൽ 12 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ അവിടെ ഉണ്ട്. ഒരാൾ മാത്രമേ ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾ പോലും സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഇത്തരത്തിലുള്ള അനാസ്ഥ കൺമുന്നിൽ തന്നെ നടക്കുമ്പോൾ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പോൾ ഇതിൽ കുറ്റം പറയേണ്ടത് ആരോഗ്യമന്ത്രിയെ മാത്രമാണ്. ആരോഗ്യമന്ത്രി ഏറ്റവും തലപ്പത്ത് ഇരിക്കുന്ന ഒരാളാണ്. ആ ആളിന്റെ ഓഫീസിന്റെ പ്രവർത്തനം ആശ്രയിച്ചിരിക്കും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിന്റെ DME മെഡിക്കൽ കോളേജ്, അങ്ങനെ ജില്ലാ താലൂക്ക്. അവിടെ മുതലേ ഇതിന്റെ ഇത്
നശിച്ചു കഴിഞ്ഞു. അവിടെ നാഥനില്ല കളരിയായി കഴിഞ്ഞു. അത് നേരെ DMEയിലോട്ട് വരും, അല്ലെങ്കിൽ DHSലോട്ട് വരുമ്പോൾ, താഴെ തട്ടിലോട്ട് വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ ഒന്ന് മന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും പൊതുപ്രവർത്തന രംഗത്ത് വന്ന ഒരാളല്ല. മാധ്യമപ്രവർത്തനത്തിൽ വന്നിട്ട് ഒരിക്കൽ MLA, രണ്ടാമത്, അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷെ മന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിഷയവും നന്നായി മനസ്സിലാക്കാനോ അത് പഠിക്കാനോ തയ്യാറാത്ത ഒരാളാണ്. എനിക്കറിയാവുന്നിടത്തോളം കാലം ഇവരൊരു വിഷയവും പഠിക്കുന്നില്ല. ഈ ചില തലയണ മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന പോലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കുക, ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷരും നീതിമാന്മാരുമായി ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊന്നും പറയുന്ന മുമ്പ് രാജീവ് പറഞ്ഞതുപോലെ അവിടെ ഈ ചികിത്സ സഹായങ്ങൾ മറിച്ചു കൊടുത്ത പോലെ അങ്ങനെയുള്ളവർ പറയുന്നതാണ് മന്ത്രി കേൾക്കുകയും അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ അവർ നിശ്ചയിക്കുന്നതും പറയുന്നതും പ്രകാരം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ വീഴ്ച. രണ്ട് എന്ന് പറയുന്നത്, അവിടെ ആശുപത്രി വികസന സമിതി എന്ന് പറഞ്ഞാൽ, ആ ആശുപത്രി വികസന സമിതി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സംവിധാനമാണത്. കാര്യം ഈ ആശുപത്രിയിൽ എന്ത് അത്യാവശ്യ ഘട്ടത്തിൽ ആവശ്യം വന്നാലും ചെയ്തു കൊടുക്കുന്നത് ആശുപത്രി വികസന സമിതിയാണ്. ഈ ആശുപത്രി വികസന സമിതി ഏകദേശം അവിടെ ഫാർമസിയിൽ നിന്ന് 20 കോടി രൂപയുടെ മരുന്നാണ് ഈ ആശുപത്രിക്ക് വേണ്ടി ഈ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞത്. ഈ പണം തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ആശുപത്രി വികസന സമിതി കൊണ്ടാണ് അവിടെ 500ഓളം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരാണ് ശമ്പളം കൊടുക്കുന്നത്, താൽക്കാലിക ജീവനക്കാർക്ക്. HDS എന്ന് പറയുന്ന ആശുപത്രി വികസന സമിതി ജീവനക്കാർ. അതുകൊണ്ട് ഈ സ്ഥാപനം ഇപ്പോൾ ഓടുന്നത് പെർമനന്റ് സ്റ്റാഫുകളെ കൊണ്ടല്ല, ഡോക്ടർമാരും നേഴ്സുമാരും ഒഴിച്ച് ബാക്കി മുഴുവൻ ഈ ആശുപത്രി വികസന സമിതിയാണ്. അവർക്ക് ശമ്പളം മുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, ഈ വർഷം 2 ലിഫ്റ്റുകൾക്ക് വേണ്ടി 50 ലക്ഷം രൂപ വീതം കൊടുത്തു. ഗവൺമെന്റ് കൊടുത്തപ്പോൾ ആ പണം ലിഫ്റ്റ് മാറ്റിവെക്കാൻ ഉപയോഗിച്ചില്ല. പകരം ചെയ്തത് അവിടെ താൽക്കാലിക ജീവനക്കാർ, ചില കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ഇത് ഉപയോഗിച്ചു. അപ്പോൾ ഈ കൃത്യവിലോപം നടത്തിയിട്ടുള്ളത് സൂപ്രണ്ടാണ്. ഈ സൂപ്രണ്ട് യഥാർത്ഥത്തിൽ ലിഫ്റ്റ് വാങ്ങാൻ അനുവദിച്ച പണം പ്രിൻസിപ്പാളും സൂപ്രണ്ടും കൂടി എന്ത് അടിസ്ഥാനത്തിലാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വകമാറ്റി ശമ്പളം കൊടുക്കുവാൻ തീരുമാനിച്ചത്? ഈ ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് ഉത്തരവ് വേണ്ടേ? ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കും, ഉത്തരവ് വേണം. ഈ ഇത്ര രൂപ ശമ്പളം താൽക്കാലിക ജീവനക്കാർക്കും കരാറുകാർക്കും ശമ്പളം കൊടുക്കാൻ എന്നുള്ള ഉത്തരവോട്, ഇത് ലിഫ്റ്റ് വാങ്ങാനെന്നുള്ള ഉത്തരവോടുകൂടി വന്ന ആ പണം വരെ വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് തോന്നുംപടി. കാര്യം ഇവിടെ നാഥനില്ല, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് മന്ത്രി തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ഈ പാവപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ, ഇപ്പൊ സൂപ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ, സൂപ്രണ്ടോ ഡെപ്യൂട്ടി ഒന്നും അവൻ ഒരു ഡോക്ടറും തയ്യാറല്ല. കാര്യം ഇത്രയും അപകടകരമായ ഒരു സ്ഥാപനത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ആത്മഹത്യപരമായിരിക്കും. ഈ ആത്മഹത്യ ചെയ്യാൻ ഒരു ഡോക്ടറും തയ്യാറല്ലാത്തത് കൊണ്ട് ഇപ്പോൾ വന്ന സൂപ്രണ്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നു ഇതേ ഇട്ടിട്ട് പോകാൻ പോവാണെന്ന്, ചിലപ്പോൾ ജോലി തന്നെ രാജിവെച്ചു കളയും. കാര്യം ഈ ഭാരം മുഴുവൻ നമ്മൾ ഒരു ആശുപത്രി എന്തുണ്ട്, അതിന് ആദ്യം സൂപ്രണ്ടിനെയാണ് നമ്മൾ കുറ്റം പറയുക, അല്ലെങ്കിൽ ആ പുള്ളിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അപ്പം ഇവരെല്ലാവരും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ സമ്പത്തില്ല, പണമില്ല. ഈ ലൈഫ് കെയറിൽ HLL തന്നെ 40-50 കോടി രൂപ കൊടുക്കാനുണ്ട്. അതുപോലെ സ്വകാര്യ ഏജൻസികൾ കാർഡിയോളജി വിഭാഗത്തിലെ പല ഉപകരണങ്ങളും സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് 40-50 കോടി രൂപ കൊടുക്കാൻ, ഈ പണമൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ. അപ്പം ഇതിന്റെ ഒരു ചുമതലയും ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പം മന്ത്രിയുടെ ഓഫീസ്, സൂപ്രണ്ട് ഓഫീസും ഇങ്ങനെയാണ്. അപ്പൊ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥരും ഇപ്പം ജോലിക്ക് വന്നാൽ ഒപ്പിടണമെന്ന് നിർബന്ധമില്ല, ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഒപ്പിട്ട് പോകുന്നവരും അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഈ ലിഫ്റ്റിന്റെ കാര്യം തന്നെ പറഞ്ഞു വരാം. ഈ സർക്കാർ ആശുപത്രിയിൽ 8-7 മണിക്ക് OP തുടങ്ങി, 7 മണിക്ക് തുടങ്ങി 3 മണിക്ക് തീരുന്നതാണ്. ചിലപ്പോൾ ചില കാർഡിയോളജി പോലെയുള്ളിടത്ത് 5 മണി വരെ നീളും. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഈ ഓരോ ലിഫ്റ്റിനും ചുമതലക്കാരുണ്ട്. ഈ ചുമതലക്കാർ വന്ന് സാർജന്റിന്റെ നേതൃത്വത്തിൽ ഇത് പരിശോധിച്ചിട്ട് അത് പൂട്ടി താക്കോൽ എടുക്കണം. ഫാന് ഓണാണെങ്കിൽ അത് ഓഫ് ചെയ്യണം, കമ്പ്യൂട്ടർ ഓണാണെങ്കിൽ അത് ഓഫ് ചെയ്യണം. ഇതെല്ലാം എല്ലാ ദിവസവും 6 മണിയോടുകൂടി കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അങ്ങനെ 1-2 പോലെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ അതിന് മുകളിൽ ആളുണ്ടല്ലോ, ഇവരിത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ അത് ചെയ്യിപ്പിക്കേണ്ട ആളുണ്ടല്ലോ. അതിലൊരാളാണ് ഈ സൂപ്രണ്ട്. സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ ഒരു 10 മീറ്റർ മാറിയാണ് ഈ ലിഫ്റ്റ്. ഈ ലിഫ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഓർത്തോയിലും കാർഡിയോളജിയിലെയും രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്. മറ്റുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് നടന്നു പോവാം, ഈ 3 നിലകളിൽ നടന്നു പോവാം. കാലൊടിഞ്ഞവനും നട്ടല്ലൊടിഞ്ഞവനും കാർഡിയോളജി പ്രശ്നമുള്ള ഒരാളിനും ഒരിക്കലും നടന്നു കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലിഫ്റ്റ് 11 മണിയോടുകൂടി തകരാറിലായിട്ട് പോലും ഒരു മനുഷ്യനും ഇത് നോക്കുന്നില്ല
അവിടെ ആ അകപ്പെട്ട ആ പാവപ്പെട്ട രോഗി കിടന്ന് നിലവിളിക്കുകയാണ്, അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു നാഥനില്ല കളരി അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പൂർണ്ണമായും മന്ത്രി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ആരോഗ്യ വകുപ്പ് ഭരിക്കുവാൻ യോഗ്യതയോ അർഹതയുള്ള ആളല്ല. സാധാരണ ഒരു ലിഫ്റ്റ് കംപ്ലൈന്റ് ആയി എന്ന് വിചാരിക്കുക, അതിനകത്തൊരു ഫോൺ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എമർജൻസി ആവശ്യങ്ങൾക്ക് വിളിക്കാനായിട്ട്, അതുപോലെ ഒരു അലാറം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം. ഞാൻ ഇന്നും പോയി വല്ലതും നോക്കി, അപ്പൊ എല്ലാ ലിഫ്റ്റിലും ഫോണുണ്ട്, പക്ഷെ ഈ ഫോൺ വർക്ക് ചെയ്യില്ല, അലാറം വർക്ക് ചെയ്യത്തില്ല. ഈ രണ്ട് സംഭവവും ഒരു സ്ഥലത്തും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊരു ബിൽഡിംഗ് കെട്ടി ലിഫ്റ്റും എല്ലാം തയ്യാറാക്കി വെക്കുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും സർട്ടിഫൈ ചെയ്യും. പിന്നീട് സർക്കാർ ആശുപത്രിയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല, ഒരു സംഭവമില്ല. അത് മാത്രമല്ല, ഈ ലിഫ്റ്റിന് ഇലക്ട്രിക് വിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, കുറേ ജീവനക്കാരുണ്ട്, ഇവർക്കൊരു പണിയില്ല. ഇവർ വരുന്നു, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ ഒരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് ആരും നോക്കാനില്ല. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയും മരുമോൻ മന്ത്രിയുടെ വകുപ്പും ഇതെല്ലാം കൂടി ചേർന്ന് മെഡിക്കൽ കോളേജ് കുളമായി എന്നുള്ളതാണ് ഇതിന് അന്തിമമായിട്ടുള്ള കാര്യം പറയാനുള്ളത്. ശ്രീ RS രാജീവ്, നിലവിൽ ഇങ്ങനെ ഒരു മോശകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായി ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ട്, പേരുകേട്ട ആശുപത്രികൾ ഒരുപാടുണ്ട്. അപ്പോൾ രോഗികളെ മുഴുവൻ അങ്ങോട്ടേക്ക് വഴുതിരിക്കുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെയായിരുന്നാലും മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കും. എന്നിരുന്നാലും ചെറിയ തോതിലെങ്കിലും കടം വാങ്ങിയായിരുന്നാലും വീട് വിറ്റായിരുന്നാലും ഒക്കെ ചികിത്സിക്കാമെന്ന് കരുതുന്നവരൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലേക്ക് പോകത്തില്ലേ? തീർച്ചയായിട്ടും അത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാനും ആളുണ്ട്. അതിനകത്ത് അങ്ങോട്ട് പോകണേണ് നല്ലത്, ഇപ്പോൾ കയറിയാൽ അപകടമാണെന്ന് പറഞ്ഞു കൊടുക്കാനും ആളുണ്ട്. സംഭവം ഇത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഞാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞതിന്റെ കാരണം, ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കുന്നത് ശരിക്കും പഴയ AKG സെന്ററിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇത് ആരോഗ്യവകുപ്പിന്റെ മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിട്ട് പോകുന്ന സജീവനാണ്. സജീവൻ പാർട്ടിവൽക്കരണം നടത്തുകയാണ്. ശരിക്കും അവിടെ മന്ത്രി നോക്കുകുത്തിയാക്കിയിരിക്കാനേ സാധിക്കും. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിനകത്ത് ഇത്രയും വലിയ രാഷ്ട്രീയവൽക്കരണവും പാർട്ടി നിയന്ത്രിതമായിട്ട് മെഡിക്കൽ കോളേജ് പോവുകയും ഏറ്റവും അധികം താൽക്കാലിക നിയമനങ്ങൾ അതിനകത്ത് നടത്തുന്നതൊക്കെ ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇടപെടലും മാത്രം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതൊരു പാർട്ടിവൽക്കരിച്ചു. കാരണം ഈ വകുപ്പ് എന്നുള്ളത് മാറി പാർട്ടിവൽക്കരണമായിരുന്നു. കുറെ അവരുടെ ആൾക്കാരെ തീറ്റിപ്പോറ്റാനുള്ള ഒരു സ്ഥലമാക്കി മെഡിക്കൽ കോളേജിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പലവട്ടം പലരും ഇതിനെതിരെ പ്രതികരിച്ചിട്ട് പോലും ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിൽ ശരിക്കും ഈ പറയുന്ന രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ്. അതിന്റെ രാഷ്ട്രീയ ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് പല സൂപ്രണ്ടുമാരും അവിടെ ഇരിക്കുന്നത്. കാരണം ഒരു മന്ത്രിയും ഒരു ഉദ്യോഗസ്ഥനും തമ്മിൽ ക്ലിയർ ആവും. പക്ഷെ ഒരു പാർട്ടി സെക്രട്ടറിയെ പോലെ പെരുമാറുന്ന ഒരാളും മന്ത്രി സ്റ്റാഫുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകാൻ നിൽക്കില്ല. അപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുക, അത് പാർട്ടി തീരുമാനമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ സൂപ്രണ്ടുമാരും, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിൽ സ്കിൽഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നറിയാം. അത് ചെയ്താൽ ദോഷമുണ്ടാകുമെന്ന് അവർക്കറിയാന്നുള്ളതുകൊണ്ട് അവരെന്തെറിയും. ഇപ്പൊ തന്നെ ലിഫ്റ്റിന് വകമാറ്റിയ പൈസ ശരിക്കും ആ കൊടുത്തിരിക്കുന്ന താൽക്കാലിക ജീവനക്കാരെന്ന് പറയുന്നത് ഇപ്പോ ഈ ഗവൺമെന്റ് വെച്ച താൽക്കാലിക ജീവനക്കാരാണ്. അപ്പം നമുക്കറിയാം അതിന്റെ ഉത്തരവ് ആരുടെ നിന്നാണ് പോയ വായ്മൊഴിയായിട്ട് ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ്. അതുകൊണ്ടാണ് അത് പോയത്. അതുകൊണ്ടാണ് അവർ കൊടുക്കാൻ തയ്യാറ്. സൂപ്രണ്ടിന് പേടിച്ച് കൊടുത്തേ പറ്റൂ. സൂപ്രണ്ടിനറിയാം ഇതിന് മറ്റത് കൊടുത്തില്ലെങ്കിൽ അപകടമാണ് എന്ന് ആർക്കറിയാം, സൂപ്രണ്ടിനറിയാം. പക്ഷെ പറയുന്നത് പാർട്ടി തീരുമാനമാണ്. അപ്പൊ പാർട്ടി തീരുമാനം അംഗീകരിച്ചു തരും. അപ്പൊ മന്ത്രിക്ക് മന്ത്രിയുടെ ജോലി ചെയ്യാൻ ഒന്നുകിൽ അവരിത് ആസ്വദിക്കുന്നു, ഇങ്ങനെ നടന്നാൽ എനിക്ക് വിഷയമില്ല. ഇത്തിപ്പൂരമെങ്കിലും അവര് വനിതാ ഇതാണ്, ഒരു മനുഷ്യത്വ കുറെ നാൾ മാധ്യമ പ്രവർത്തനം നടത്തിയതാണ്, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. അങ്ങനെ ഉള്ളിൽ അല്പമെങ്കിൽ അതിന്റെ അംശം ഉണ്ടെങ്കിൽ തന്റെ പദവി എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്ട് ചെയ്യാൻ തയ്യാറാണ്. ഇതിപ്പം പൊതുവിൽ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നും തന്നെയില്ല. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ കേരളത്തിലൊരു ഭരണം മോശമാണ്, അല്ലെങ്കിൽ അതിൽ ചില അപാകതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ വീഴ്ച സംഭവിച്ചു എന്ന് കരുതുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തോട് പ്രതിപക്ഷം വരുന്നില്ല. നമ്മൾ ഇത്രയും വിഷയങ്ങൾ നടന്നു, പ്രതിപക്ഷ നേതാവ് പല വിഷയത്തിലും ഈച്ച ചറ്റാലും പോലും സംസാരിക്കുന്ന ആൾ മെഡിക്കൽ കോളേജിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് അതിനെ കുറിച്ച് പറയില്ല. കാരണം അവിടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പോൾ കാണാമായിരിക്കും. കാരണം ഇത്രയും ആൾക്കാരെ ബാധിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രസ്ഥാനവും ഈ വിഷയത്തിൽ ഒരു കാര്യം പോലും പ്രതികരിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ലിഫ്റ്റ് ഇത്രയും ഓപ്പറേറ്റായി, ഇന്നലെ ഇത് വിഷയമായി, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നു, അവിടെ സെക്യൂരിറ്റിയെ അടിക്കുന്നു, നിരവധി വിഷയങ്ങൾ സംഭവിച്ചിട്ടും
അത് മിണ്ടാത്തതിന്റെ വിഷയം എന്ന് പറയുന്നത് അതിലെ അഡ്ജസ്റ്റ്മെന്റും എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാത്തിനും പ്രതികരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കണം. ഇത് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. കേരളത്തിന്റെ പൊതു ആരോഗ്യ രംഗത്തിൽ പൂർണ്ണമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഈ KSRTC-യെക്കാട്ടിയും സാമ്പത്തികമായിട്ട് പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരോഗ്യവകുപ്പിന് വർഷം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന പൈസ പൂർണ്ണമായിട്ടും കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ബഡ്ജറ്റ് കിപ്പി അപ്പി എന്നൊക്കെ പറയുന്നതല്ലാതെ 10 പൈസ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എല്ലാ വകുപ്പുകളിലും അവിടെ സാമ്പത്തികം കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് OP എത്ര മാസം കിടന്നു. അത് സർവീസ് ചെയ്യാനോ ഉള്ള പണം കൊടുക്കണമെങ്കിൽ അവർ കൊടുത്താൽ മാത്രമേ വരൂ. അപ്പൊ അത് കൊടുക്കാനില്ല, പണമില്ല. അപ്പൊ വികസന ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ഇതെല്ലാം ലക്ഷ്യം വെച്ച് പോകുന്നത് ഒന്നുകിൽ ഇത് സ്വകാര്യ ആശുപത്രികളുമായിട്ടുള്ള ധാരണയാണ്. ഏതാണ്ട് 1300ഓളം മരുന്ന് മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. പക്ഷെ അതിലൊരു 600-700 ടൈപ്പ് മരുന്ന് മാത്രമേ കൊടുക്കൂ. ബാക്കി മുഴുവൻ സ്വകാര്യ കമ്പനികളാണ് കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ വളരുന്ന ആരാണ്? സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾ, സർജിക്കൽ സെന്ററുകളാണ് മെഡിക്കൽ കോളേജിൽ വളരുന്നത്. അതിന്റെ പരിസരത്തുള്ള ലാബുകളെല്ലാം ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടായിട്ടും പുറത്ത് ഇത്രയും അഗണ്യമായിട്ട് വർധന വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആശ്രയിക്കാൻ വേണ്ടി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊള്ളുന്ന എവിടെയാണ്? പ്രൈവറ്റിലാണ്. അവിടെ സഹായിക്കുന്നു. അപ്പൊ അത് ലാബുകളും സർജിക്കൽ ഉപകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ മറ്റ് ആശുപത്രിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് നമുക്ക് കോവിഡ് സമയത്ത് നമുക്ക് NRHM-ന്റെ നഴ്സുമാരുടെ ഇത് ശമ്പളം കൊടുക്കാത്തതിന്റെ പേര് നിർത്തിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 10 കൊടുത്ത് അവർ വിടവാങ്ങാനുള്ള നിൽക്കുന്നുണ്ട്. നഴ്സുമാരുടെ എണ്ണം വളരെ പരിമിതമാണ്. ഡോക്ടർമാരുടെ എണ്ണം എത്ര വർഷമായി ഡോക്ടർമാരുടെ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് എത്ര വർഷമായി എടുത്തിട്ട് ഒരാളെ പോലും നികത്താൻ തരാം. അപ്പൊ മാത്രമല്ല ഇവിടെ ഉള്ള, നേരത്തെ ശ്രീകുമാർ പറഞ്ഞത്, ഇവിടെയുള്ള ഡോക്ടർമാരെ എന്ത് ചെയ്യുന്നു? മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, മറ്റു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഡോക്ടർമാരുടെ കുറവുണ്ട്. അപ്പം ഈ ഒന്നുകിൽ റെഫറൽ മെഡിക്കൽ കോളേജാൽ അതേപോലെ നിലനിർത്താൻ വേണ്ടി സാധിക്കണം. അല്ലെങ്കിൽ ആ പൊതു ആരോഗ്യ രംഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളെയും ഒരേ കണക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണ് ഡോക്ടർമാരുടെ അപര്യാപ്തം ഉള്ളത് അത് നികത്തിക്കൊണ്ട് ആൾക്കാരുടെ സൗജന്യ സേവനമാണ് ഇത്. പൊതു ആരോഗ്യ രംഗത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ പൊതു ആരോഗ്യ രംഗം മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആളാണ്. എന്ത് വിഴിഞ്ഞം ഉൾപ്പെടെ ഞങ്ങൾ പൊതുമേഖലയിൽ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് നന്നാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പൂട്ടുവീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ GS ശ്രീകുമാർ, ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ ഒരു പിടിപ്പീട് തന്നെയാണോ ഈ സംഭവിക്കുന്ന കാരണങ്ങൾ? രാജീവിന്റെ ആ അഭിപ്രായത്തോടുകൂടി എനിക്ക് പൂർണ്ണ വിയോജിപ്പാണ്. BJP എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിയാണ്. കോൺഗ്രസും ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടിയാണ്. ഇന്ന് വരെ BJP മെഡിക്കൽ കോളേജിൽ ഒരു സമരം ചെയ്ത് എന്റെ ഓർമ്മയിലില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരും അഴിമതിക്കും എതിരെ മാധ്യമ പ്രവർത്തനം നിങ്ങളും ശ്രദ്ധിച്ചാണ്. മെഡിക്കൽ കോളേജിൽ മുന്നിട്ട് വരുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. അതല്ലാതെ മറ്റു ഒരു പ്രതിപക്ഷ പാർട്ടി അവിടെ കാണാറില്ല. ഞങ്ങൾ എല്ലാ ദിവസവും, ഇന്നലെയും ഞങ്ങൾ സമരം നടത്തി. അവിടെ ഞാൻ സമരം വരുന്നല്ലോ. ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നല്ലോ. ഞങ്ങൾ തുടർ സമരങ്ങൾ നടത്തുന്നുണ്ട്, നിയമപരമായിട്ടുള്ള പോകുന്നുണ്ട്. അവിടെ ആ ബിൽഡിങ്ങിന്റെ ഇതിൽ കമ്മിറ്റിയിൽ ചെയർമാനായിട്ട് കോൺഗ്രസിന്റെ HDC മെമ്പറായിരുന്നു. ആ ബിൽഡിംഗ് ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റിട്ടില്ല. അപ്പോ ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മെഡിക്കൽ കോളേജിൽ വന്നല്ല പ്രതിപക്ഷ നിയമസഭയിൽ ആരോഗ്യ നടത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കപ്പിത്താൻ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ മന്ത്രി എണീറ്റ് ഓടുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ട് എണീറ്റ് ഓടേണ്ടി വരുന്നു. അത്രയും വളരെ ഗൗരവമായി ആരോഗ്യ മേഖലയെ തകർച്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്ക് തുള്ളി പറഞ്ഞു. DCC-യുടെയും മറ്റു കോൺഗ്രസ് UDF-ന്റെയും നേരത്തെ നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നിരന്തരം ആശുപത്രിയിലെ അനീതിക്കും അഴിമതിക്കും എതിരെ സമരരംഗത്താണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് 1 ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരുടെ ശക്തി ഇല്ലായ്മ അല്ല ഞാൻ പറയുന്നത്. അവർ ഈ സമരരംഗത്തൊന്നും സാധാരണ നിലയിൽ വരാറില്ല.
ബി ജെ പി സമരം നടത്തുന്നുണ്ട്. ബി ജെ പിയുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നത് കോൺഗ്രസിന്റെ അടവ് നയമാണ്. ഇവിടുത്തെ ഒരു 4-5 വർഷക്കാലം കൊണ്ട് അവിടെ വികസന സമിതി വിളിക്കുന്നില്ല. ആ വികസന സമിതി വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർക്ക് കത്ത് കൊടുത്ത ബി ജെ പി ആണ്. വികസന സമിതി വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്ത ബി ജെ പി ആണ്. വികസന സമിതി ഇന്നുവരെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല വികസന സമിതി വിളിക്കും? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വികസന സമിതിയാണ്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ അതിനകത്തൊരു ഒരു ഒത്തുകളിയുണ്ട്. അതായത് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള തീർച്ചയായിട്ടും കോൺഗ്രസും സിപിഎമ്മും തമ്മിൽ ഒത്തുകളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടന്നല്ലോ. ഇപ്പൊ ലിഫ്റ്റ് വിഷയം നടന്നു. ബി ജെ പി കണ്ടോ അവിടെ ഇപ്പൊ സംസ്ഥാന പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോഴും പല സ്ഥലത്തും എന്താണ് ബി ജെ പിയും സിപിഎം തമ്മിലാണ് ഒത്തുകളി. ഇവിടെ കോൺഗ്രസ് ആണ് എല്ലായിടത്തും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ഒത്തുകളിയാണ്. അവിടെ കോൺഗ്രസ് മാത്രമല്ല, ഇന്നലെയും സമരം ചെയ്ത് കോൺഗ്രസ് ആണ്. ഇന്നിപ്പോ ലിഫ്റ്റില് ഡോക്ടറും രോഗിയും കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോ അവിടെ കോൺഗ്രസ്സുകാരാണ് അവിടെ നിൽക്കുന്ന മാധ്യമങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിയമനം 10 CPM 5 കോൺഗ്രസ്, 10 CPM 5 കോൺഗ്രസ്. ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. ഞങ്ങൾ തുറന്നു പറയുന്നല്ലോ, ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ അവിടുത്തെ എല്ലാ അവിടെ മരുന്നില്ലെങ്കിൽ സമരം ചെയ്യും, പിന്നെ ബെഡില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും. രോഗി പാലും ബ്രെഡും ഇല്ല കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ സമരം ചെയ്തു. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ഭരണത്തിരിക്കണമെന്നോ ഭരണത്തിരിക്കാത്ത ബ്രെഡും പാലും വന്നില്ല, ബെഡ് വന്നില്ല, ഹോസ്പിറ്റലിൽ വന്നില്ല, മരുന്ന് വന്നില്ല. ഇപ്പോൾ ബെഡും പാലും ഒറ്റ സമരം ഞങ്ങൾ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് പറഞ്ഞിട്ടാണോ സമരം ചെയ്യണമെന്ന് പോലും സംശയിക്കുന്നു. ഞങ്ങൾ ആ സമരം ചെയ്തപ്പോൾ ആ ബെഡും പാലും നിർത്താൻ പോയത് അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും തുടർന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. അതുവരെയുള്ള മിൽമയ്ക്കും ബ്രെഡ് കമ്പനിക്കുമുള്ള കുടിശ്ശിക ഒരു പരിധി വരെ കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസ് സമരം നടത്തി അത് വിജയിപ്പിച്ചു. അതിനുശേഷം അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊരു പരിശോധന. ഇത് മെഡിക്കൽ കോളേജ് മാത്രമല്ല, RCCയിൽ എന്തെല്ലാം അഴിമതി. അവിടെയൊക്കെ ഞങ്ങൾ 45-50 ദിവസം തുടർച്ചയായിട്ട് സമരം ചെയ്തു. അവിടെ ഡയറക്ടറുടെ അഴിമതിയാണ് അവിടെ നടക്കുന്നത്. അവിടെ ആ ഒരു ഏകാധിപത്യ സമയം. അതേസമയം മെഡിക്കൽ കോളേജിൽ കൂട്ടായ അഴിമതിയാണ്. കടകംപള്ളി ഉണ്ടാവും, കൗൺസിലറുണ്ടാവും, മറ്റ് പ്രാദേശിക നേതാക്കൾ, ഇവരുടെയൊക്കെ കൂട്ടായ ഒരു മാഫിയ സംഘം നിയന്ത്രിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇതിനെതിരെ എല്ലാ ആളുകളിലും പോരാട്ടത്തിലായിരിക്കും. അതിനകത്തൊരു സംശയമില്ല. അഡ്വക്കേറ്റ് അറസ്റ്റ് അവസാനമായി ചോദിക്കുകയാണ്, ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാണ്, സാധാരണക്കാരെ ആശ്രയിക്കുന്നത്. ഇതിനകത്ത് അവർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത്. ഞാൻ അവിടെ പോകുന്ന ആളാണ്, അവിടെ നിന്നാണ് ചികിത്സ നടത്തുന്നത്, എല്ലാം ഞാനാണ്. പക്ഷെ ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന എത്ര പേര് അവിടെ പോകുന്നുണ്ട്? മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നു. അവരെ അത് ആണല്ലോ, അവരെ നയം, വിദ്യാഭ്യാസം, ഇവിടെ പൊതുവിദ്യാഭ്യാസം വളരെ കരുത്താണെന്ന് പറഞ്ഞിട്ട് അവരെ മക്കളെല്ലാം പഠിക്കുന്ന വിദേശത്ത്, എല്ലാം ഒന്നാമതാണ്. പക്ഷെ അവരെല്ലാം പോകുന്ന പുറത്താണ്. ഇവിടെ ഈ മന്ത്രിസഭയുടെ ഒരു ടീം അവിടെ ഒന്ന് നോക്കണമെന്ന്, ഒന്ന് കാണണം അവിടെ എന്താണെന്ന്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പൊ ലാബുകളെല്ലാം കൂടെ ഒരു ബിൽഡിങ്ങിൽ എക്സ്റേ, CT, MRI, ബ്ലഡ്, ഇതെല്ലാം ഒരിടത്ത്. ഇത് പല സ്ഥലത്താണ്. പാമ്പ് കടി ഏറ്റാൽ അദ്ദേഹത്തിന്റെ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഓഫീസിന്റെ അവിടെ, മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് അത് കൊണ്ട് വാങ്ങിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആള് മരിച്ചു. എത്രയോ വർഷക്കാലമായിട്ട് അതൊന്നും മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവരണം. വകുപ്പ് തിരിക്കുമ്പോൾ ഇപ്പൊ കാർഡിയോളജി ഓർത്തോ വരുന്ന സമയത്ത് അവർക്ക് ലിഫ്റ്റ് ഒന്നും കയറി പോകാനൊന്നും ബുദ്ധിമുട്ടാണ്. എല്ലാം എപ്പോഴും ലിഫ്റ്റ് കിട്ടില്ല, അത് താഴെ സജ്ജീകരിക്കണ്ടേ? ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ നോർമൽ ബുദ്ധിയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? ഞാൻ അതാണ് പറഞ്ഞത്, അവിടെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ സമ്പൂർണ്ണ പരാജയം അവിടെ ഉണ്ട്. പരാജയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ശുദ്ധി കലശം അവിടെ ആവശ്യമാണ്. നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിന് മുമ്പ്, ഒരു 1-2 അല്ല, ഒരു 6-7 മാസത്തിന് മുമ്പൊക്കെ ഒരു വിധം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു വിധം നല്ല രീതിയിലാണ് നിന്ന് 2 വർഷം. ആ 2 വർഷത്തേക്ക് വലിയ കുഴപ്പമില്ലാതെയാണ് പോയത്. വീണ്ടും ആ പഴയ സ്ഥിതി, വീണ്ടും വളരെ വലിയ പഴയ സ്ഥിതിയിലേക്ക്
അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ആര് പറഞ്ഞാലും എന്റേതായിട്ടുള്ള തോന്നൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആർജവമുള്ള ഒരാൾ വേണം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എടുക്കാൻ സാധിക്കാത്തത്. അപ്പൊ അതിന് ഉതകുന്ന തരത്തിൽ, അതായത് അവിടത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം, മെഡിക്കൽ കോളേജിനെ കുറിച്ച് പഠിക്കണം. മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, കന്യാകുമാരി ജില്ലയിൽ നിന്ന് പോലും ആൾക്കാർ ആശ്രയിക്കുന്ന തമിഴ്നാട് ഒരുപാട്. അപ്പം ഒരു 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതൊരു മെഡിക്കൽ, മറ്റ് സ്റ്റേറ്റുകളായിരുന്നെങ്കിൽ എന്നേ മെഡിക്കൽ ഹബ്ബായി മാറി. അതിനുള്ള സാഹചര്യങ്ങളുണ്ടെന്നേ. അപ്പൊ അതിന് വേണ്ടി ഉതകുന്ന തൊട്ടപ്പുറം ശ്രീചിത്രയുണ്ട്, RCC, ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താൽ നല്ലൊരു മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാം. പക്ഷെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ സ്വകാര്യ, അതങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം നമ്മൾ മനസ്സിലാക്കണം, ബാക്കി എല്ലായിടത്തും ആവശ്യമില്ലാതെ ആകാശ കൊട്ടാരം വെച്ചിട്ടുണ്ട് ഈസ്റ്റ് കോട്ടിൽ. അതിന് ഒരു ആവശ്യമില്ല. നമുക്കറിയാം, നിങ്ങളെല്ലാം അതൊരു യാത്ര, എന്താണ്, ആരാണ് അതിനകത്ത് സെൽഫി എടുക്കാൻ പോകുന്നത്? അങ്ങനെ പാലവിടെ വെച്ചിട്ട് മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ ഈസ്റ്റ് കോട്ടിൽ വെച്ചിട്ടുണ്ട്. കയറി അപ്പുറത്തോടെ ഇപ്പുറത്തോടെ സെൽഫി എടുത്തിട്ട് ആർക്ക് എന്ത് കിട്ടുന്നു? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മെഡിക്കൽ കോളേജ്, ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്ത് എത്രയും വർഷം കൊണ്ട് ഗതാഗത കുരുക്കാണ്. ഇപ്പൊ ഉള്ളൂർ മുതൽ ഇങ്ങറ്റം വരെ ഗതാഗത കുരുക്കാണ്. ഒരു രോഗിയെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ മെഡിക്കൽ കോളേജിൽ 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരുന്നു. കംഫർട്ട് സ്റ്റേഷൻ കൊണ്ടു ഇത്രയും നാൾ മാറി മാറി എല്ലാവരും ഭരിച്ചല്ലോ. ഒരു കംഫർട്ട് സ്റ്റേഷൻ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാൻ സാധിച്ചു. ബെഡില്ല, തറയിലാണ്. ഇപ്പൊ പണ്ട് കട്ടിലിന്റെ മുകളിൽ ഒരാൾ, താഴെ ഒരാളായിരുന്നു. ഇപ്പൊ കട്ടിലിന്റെ മുകളിൽ 2 പേര്, താഴെ 2 പേരാണ്. അതായത് ഒരു ബെഡിൽ 4 പേര്. ആ സ്ഥിതിയിലേക്ക് പോകണം. അപ്പൊ ഇത് കണ്ണ് തുറന്ന് കാണാനുള്ള ആരെങ്കിലും ഒന്ന് പോയിട്ടല്ലേ കാര്യമുള്ളൂ. അതൊന്ന് കണ്ണ് തുറന്ന് കാണാം, അവരുടെ ശോചനീയാവസ്ഥ കാണണം. അവരിന്ന് കഴിക്കുന്ന സ്ഥലമൊക്കെ വളരെ, അവിടെ ഉള്ളവര് സ്റ്റാഫുകളുടെ ഒക്കെ അപര്യാപ്തത ഉണ്ട്. അവർ അത് വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അവർ ചെയ്യുന്നു. പക്ഷെ എങ്കിലും അവരിന്ന് കഴിക്കുന്ന സ്ഥലമൊക്കെ നമ്മളൊന്ന് പോയി കാണും, മഴ പെയ്താലുള്ള കാണും. അപ്പൊ അവരപ്പൊ കെട്ടുതാലി വിട്ടും എന്ത് വിറ്റായിരുന്നാലും അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. അപ്പൊ ഒരു പൊതു ആരോഗ്യ രംഗത്തെ കുറിച്ചുള്ള നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സർക്കാർ നമ്പർ 1 ആരോഗ്യം എന്ന് പറഞ്ഞാലും മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ അവര് കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലാണ്. ഈ സർക്കാർ അങ്ങനെ പറഞ്ഞാൽ അവര് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞാൽ അവർ കാർക്കിച്ചു തുപ്പും. ഇത് സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തര പ്രാധാന്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഒരു കേന്ദ്ര KSRTCയെ കാട്ടിയും കഴിപ്പണം കെട്ടുപോകുന്ന ഒരു സംവിധാനമായിട്ട് മാറും. ശ്രീ ജി ശ്രീകുമാർ, അവസാനമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പരിഹാരം കണ്ടെത്താൻ എന്ത് ചെയ്യണം? പരിഹാരം കണ്ടെത്തുവാൻ രാഷ്ട്രീയ നിയമനങ്ങൾ ഒഴിവാക്കണം. കഴിവുറ്റ ആശുപത്രി നയിച്ചു കൊണ്ടുപോകാൻ കഴിവുറ്റ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും അവരുണ്ട്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് ആശുപത്രിയുടെ നന്മ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം ഈ ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം. അതിന് കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തണം. അതുമാത്രവുമല്ല, ഞാൻ മുൻപ് പറഞ്ഞ RMO, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ, ഇങ്ങനെ 3 ഒഴിവുകൾ. ഇതിൽ കഴിവുറ്റവർ, സത്യസന്ധരുമായിട്ടുള്ള, രോഗികളോട് നീതി പുലർത്തുന്ന ആൾക്കാർക്ക് സ്വതന്ത്രമായ ചുമതലയോടുകൂടി അവരെ ആശുപത്രി എല്ലാ ദിവസവും മറ്റ് മന്ത്രിയോ മുഖ്യമന്ത്രിക്കോ വന്ന് പരിശോധിക്കാൻ പറ്റില്ല. അപ്പം ഇത് കൃത്യമായി പരിശോധിക്കുവാനും ആൾക്കാരെ നിയന്ത്രിക്കുവാനും ഈ രീതി പ്രവർത്തനം നടത്തുവാനും കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ അതാത് സ്ഥാനത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ആശുപത്രി വികസന സമിതി, എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഈ സമിതി വിളിക്കത്തേ ഇല്ല. ആ സമിതിക്കകത്താണ് നിർണായകമായ പല തീരുമാനവും എടുക്കാൻ പറ്റും. ഇത് മുൻകാലങ്ങളിൽ ഞാൻ HDS മെമ്പറായിരുന്ന സമയത്ത് 2-3 മാസം കൂടുമ്പോൾ മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിങ്ങിന് നമ്മൾ ഓരോ കാര്യങ്ങളും ഒരു തീരുമാനമാക്കി നടപ്പാക്കി പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ആശുപത്രിക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ടി വന്ന കുടിശ്ശികൾ, അത് കാരുണ്യായാലും ബെനവലൻ ഫണ്ടായാലും ഈ കോവിഡ് കാലത്ത് കൊടുത്ത മരുന്നിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ല, HLL, അങ്ങനെയുള്ള മുഴുവൻ ഫണ്ടും എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിക്ക് എത്തിക്കുവാൻ കൂടി തയ്യാറായാലേ ഇത് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പൂട്ട് ഇടുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഇതിൽ കൃത്യമായ നടപടി ഉടനടി ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാൽ പോലും ഭാവിയിലെങ്കിലും അധികാരികൾ വേണ്ടപ്പെട്ടവർ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ്